ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടല്ലേ, എന്താ സംഭവം മനസ്സിലായോ? അതായത് എൻ്റെ പെർഫ്യൂം കളക്ഷൻ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടേ. ആദ്യം തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരെണ്ണം കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അടുത്തത് സെയിം സാധനം ഞാൻ വാങ്ങിക്കും. എനിക്കതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ്, അതും വാനില വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിലൊരു വാനില ഐസ്ക്രീമിൻ്റെ മണമാണ്. അപ്പോൾ നമ്മളിതൊക്കെ അടിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു വാനില ഐസ്ക്രീമിൻ്റെ മണം ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ ശരിക്കും പുറത്തൊക്കെ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അടുത്ത് പോകണമെങ്കിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഞാൻ ഈ ഒരു സാധനം അടിച്ചിട്ടാണ് പോവാം. എനിക്ക് ഇതിൻ്റെ മണം ഭയങ്കര, അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മണം എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ അത് കുറച്ചും കൂടി രസമാണ്. ഒരു ഇതിൻ്റെ മണം അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മുട്ടായൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ ആണ്, കുറച്ച് നല്ല രസമാണ് ഇതിൻ്റെ മണം. അപ്പോൾ ഇത് തീർന്നാൽ ഉടനെ തന്നെ ഞാൻ അടുത്തത് മേടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണമാണത്. അടുത്തതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു നല്ല സ്ഥലത്ത് പോകണമെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകണമെങ്കിലോ എനിക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പെർഫ്യൂമാണ് ഞാൻ യൂസ് ചെയ്തിട്ട് പോകുന്നത്. റോസ് അൽബർ എന്ന് പറയുന്ന പെർഫ്യൂം ഒരു അറാബിക് മണമാണ് ഇതിന്. അതായത് നമ്മളിപ്പോൾ ഇന്ന് അടിച്ചാലും നാളെ ആയാലും ഇതിൻ്റെ മണം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ അതാണ് ഈ ഒരു രണ്ടാമത്തെ സാധനം. കുറച്ചുകൂടി നല്ലൊരു സ്ഥലത്ത് പോകണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ, ഒരു കല്യാണം അങ്ങനെയൊക്കെ പോകുന്ന ഒരു സമയത്ത് മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു സാധനം മേടിച്ചിട്ട് പോകുള്ളൂ. പിന്നെ വരുന്നു ട്വിൻസ്. അതായത് ഇത് വന്നിട്ട് ടെഡ് ബേക്കറിൻ്റെ പെർഫ്യൂമാണ്, ടെഡ് ബേക്കർ ലണ്ടൻ. അതിൽ ഇതെന്ന് പറയുന്നത് റോസ് ആൻഡ് ഓർക്കിഡ്, ഇതെന്ന് പറയുന്നത് പിയോണി ആൻഡ് കെമേലിയ എന്ന് പറയുന്ന ബോഡി സ്പ്രേ ആണ് രണ്ടും. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഷൂട്ടിന് പോകുമ്പോൾ. ഈ ആർട്ടിസ്റ്റ് നമുക്കെല്ലാം ഒരു ടച്ചപ്പ് ബാഗ് ഉണ്ടാവും. ബാഗ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പൗച്ച് ഉണ്ടാവും, ടച്ചപ്പ് പൗച്ച് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നമ്മുടെ മേക്കപ്പിൻ്റെ ബ്രഷ്, പൗഡർ, ലിപ്സ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഷോട്ടിൻ്റെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പൗച്ചിനകത്ത് ഞാൻ ഈ ഒരു പെർഫ്യൂം, ഒരു കുഞ്ഞ് ബോഡി സ്പ്രേ ഞാൻ എപ്പോഴും ഇട്ടേക്കും. കാരണം നമ്മളെപ്പോഴും ഷൂട്ടിന് പോയി നിൽക്കുമ്പോഴത്തേക്കും ഇല്ലേ, ലൈറ്റിൻ്റെ ചൂടൊക്കെ അടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ വേർക്കും, ഭയങ്കരമായിട്ട് നമ്മളങ്ങ് വേർക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ വേർത്ത് കുളിച്ചൊക്കെ നിൽക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കണം എപ്പോഴും. നമ്മളെ കാണുമ്പോൾ നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. അല്ലാതെ ഇങ്ങനെ വേർത്ത് ഒട്ടി ഇങ്ങനെ നിൽക്കുന്നത് ഒരു 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 വൃത്തിയില്ലായ്മ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു സാധനം ഞാൻ എൻ്റെ പൗച്ചിനകത്തിട്ടേക്കും കേട്ടോ. ഈ ഒരു പൗച്ചാണ്, കുറച്ച് വലിയൊരു പൗച്ചാണ്, ഈ സാധനമാണ്. അപ്പോൾ അതിനകത്ത് ഇത് കാരണം എപ്പോഴും ഉണ്ടാവും. ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തീരുമ്പോൾ വേറെ മേടിക്കും. അതായത് പിന്നെ ഈ മാഡത്തിന് ഞാൻ ജിമ്മിൽ പോകുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇത്രയും എണ്ണം ഇരിക്കുന്നത് കൊണ്ടാണ് ജിമ്മിൽ പോകുമ്പോൾ ഒരെണ്ണം, മറ്റേ അടുത്ത് പോകുമ്പോൾ ഒരെണ്ണം, അങ്ങനെയൊക്കെ ഇന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അടിച്ചിട്ട് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഗെറ്റ് റെഡി വിത്ത് മീ അത് ജിം, അതിൽ പറഞ്ഞ അതേ ആൾ തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ജിം ബാഗിലിട്ടിട്ട് ഞാൻ ഇത് കൊണ്ടുപോകും. അടുത്തത് ഇദ്ദേഹം എന്ന് പറയുന്നത് ക്രിസ് ആഡംസ് ആക്റ്റീവ് വുമൻ. ഇത് ആക്ച്വലി ഞാൻ അമ്മയ്ക്ക് കൊടുത്തതാണ്. പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഓരോ ഇതെടുത്ത് അടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അമ്മയുടെ ആണെങ്കിലും എൻ്റെയും കൂടെയാണ്. എനിക്കിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണത്തെക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കുറച്ച് മൈൽഡ് ആയിട്ടുള്ളൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മണമാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പെർഫ്യൂംസ് എല്ലാം അങ്ങനത്തെ ആയിരിക്കും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത് നോക്കി വന്നാൽ കിട്ടത്തില്ല. സോ അങ്ങനെ ഒരു സാധനമാണ് ഇത് ഇങ്ങനെ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ചേച്ചി ഞാനിങ്ങനെ കിടത്തിക്കുന്നത്. ഈ കുഞ്ഞി പീസസും ഈ ടെഡ് ബേക്കറിൻ്റെതും എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു കസിനാണ് എനിക്ക് തന്നത്. ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോ ചേച്ചിക്ക് കൊടുത്തതാണ്. അപ്പോൾ ചേച്ചി എനിക്ക് കൊള്ളാല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെതാണ്. ഇതിനൊരു ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ സ്ഥലം മെനക്കെടുത്തിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ബോക്സ് ഒക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 5 പീസും
ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ഫ്ലേവറും ഉണ്ട്. എല്ലാ ഫ്ലേവറിൻ്റെയും ഒരു കുഞ്ഞ് പോക്കറ്റ് പെർഫ്യൂം പോലെ നമുക്ക് കൊണ്ട് നടക്കാവുന്നത്. ഇതിൻ്റെ എവറിത്തിങ് പ്ലം. ഇത് പിന്നെ എൻ്റെ വാനില വൈബ്സ്, സ്മോക്കിംഗ് വാനില. ഇതിനെന്താണ് മണം ഡിഫറൻസ് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണേ. ആദ്യം നമ്മൾ നോക്കിയ എവറിത്തിങ് പ്ലം എന്ന് പറയുന്നത് നല്ല പരിചയമുള്ളൊരു മണം, പക്ഷേ ഏത് മണമാണെന്ന് കിട്ടുന്നില്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മണം. വാനില വൈബ്സ് പിന്നെ നമ്മൾ നോക്കണ്ടല്ലോ. പിന്നെ വരുന്നത് ഓർക്കിഡ് യു നോട്ട്. എല്ലാം ഒരു മൈൽഡ് ആയിട്ടുള്ള മണമാണ് കേട്ടോ എനിക്കത്. അതുകൊണ്ട് കൊള്ളാം. അടിച്ചപ്പോഴത്തേക്ക് കുറച്ച് സ്ട്രോങ് ആയി. നമ്മൾ അടിച്ചുടനെ അങ്ങനെ മടുപ്പിച്ച് നോക്കത്തില്ലല്ലോ, അപ്പോൾ അടിച്ചുടനെ ആ ഒരു ഇതിലായിരുന്നു. പക്ഷെ ഇപ്പൊ കൊള്ളാട്ടോ. നല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ള മണമാണ്. 5 എണ്ണവും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. എനിക്കിത് ഇഷ്ടമായി. സോ കൊള്ളാം. നമുക്ക് വാനില വൈബ്സ് തീർന്നാലും നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റും. കൊള്ളാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ റിപ്പീറ്റ് ആയിട്ട് മേടിക്കുന്ന ഒരു സാധനമാണിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് പെർഫ്യൂമിനോട് ഭയങ്കര കൊതിയുള്ള ഒരാളൊന്നുമല്ല. അവിടെ പോയി അത് മേടിക്കണം ഇത് മേടിക്കണം അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ഞാനിങ്ങനെ ഗുച്ചിയുടെ ഒരെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാൾ ഞാൻ അതിൻ്റെ ആ ഒരു കാർഡ് ഞാൻ കൂടെ കൊണ്ട് നടന്നായിരുന്നു. എൻ്റെ ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ മണം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല മണമായിരുന്നേ. പക്ഷേ ഞാനത് വാങ്ങിയില്ല, ബിക്കോസ് അത് കുറച്ച് കോസ്റ്റ്ലി ആയി. സോ ഞാനത് വാങ്ങിയില്ല. ബട്ട് ഞാൻ വാങ്ങും. എനിക്ക് ആ മണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ മണം എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞാനൊരു മണത്തിന് വേണ്ടി ഇത്രയൊക്കെ ഞാൻ കൊടുക്കണോ എന്ന് ഓർത്തപ്പോഴത്തേക്കും പിന്നെ അപ്പം അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പെർഫ്യൂമിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. കുറച്ചേ ഉള്ളൂ. പക്ഷെ എനിക്കറിയത്തില്ല ഇത് എനിക്ക് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നതാണോ ഇല്ല ഇത് കൂടുതലുണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇത്രയും സാധനങ്ങളും ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു ഡെയിലി ലൈഫിൽ ഒരാഴ്ചയിൽ എനിക്ക് ഏകദേശം എല്ലാ സാധനങ്ങളും ഞാൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പെർഫ്യൂമിൻ്റെ വിശേഷങ്ങൾ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.